നമസ്കാരം, എല്ലാവർക്കും സുവർസാറാണ്. മറ്റൊരു ഇംപ്രൂവ്മെന്റ് ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇത്തിരി നല്ല ചോദ്യമാണ് എടുത്തേക്കുന്നത്, അതും സ്ട്രെയിറ്റ് ലൈൻസിലേതാണ്. ഇതൊക്കെയാണ് ഇപ്പോഴത്തെ രീതിയിൽ കൂടെ എക്സാമിന് വരുന്ന ക്വസ്റ്റ്യൻസുകൾ. നമ്മുടെ പഴയ രീതിക്കുള്ള ക്വസ്റ്റ്യന്റെ പാറ്റേൺ ഒക്കെ മാറിയിട്ടുണ്ട്, നേച്ചർ മാറിയിട്ടുണ്ട്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകൾ ചോദിക്കുന്നത് അവർ നിർത്തി. ഓക്കെ, ഇത്തിരി സ്റ്റാൻഡേർഡ് ആയിട്ടും ഇത്തിരി ബുദ്ധിമുട്ടുള്ളതും ഒക്കെ ഉള്ളതാണ് ഇപ്പൊ ചോദിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ വർഷം ഇത്തിരി ടഫായത്. അങ്ങനത്തെ ഒരു പ്രോബ്ലമാണ് നിങ്ങൾ ബോർഡിൽ കാണുന്നത്. കണ്ടേക്കണം, പഠിച്ചേക്കണം, ബുക്കിലോട്ട് എഴുതി വെച്ചേക്കണം. ഓക്കെ, ഇഫ് ദ പോയിന്റ്സ് H0, AB, 0K ലൈ ഓൺ എ ലൈൻ. ഈ ലൈ ഓൺ എ ലൈൻ എന്ന് പറഞ്ഞാൽ കൊളീനിയർ എന്നുള്ളതാണ് കേട്ടോ. ഈ വേർഡിന്റെ മീനിങ് കൊളീനിയർ. എന്താണ് കൊളീനിയർ എന്ന് പറഞ്ഞാൽ? ലൈ ഓൺ എ സ്ട്രെയിറ്റ് ലൈൻ, ഒരേ ലൈനിൽ ലൈ ചെയ്യുന്ന 3 പോയിന്റ്സോ അതിൽ കൂടുതൽ. ഓക്കെ, ഇവിടെ ഇപ്പൊ 3 പോയിന്റ്സാ. അങ്ങനെയാണെങ്കിൽ A/H പ്ലസ് B/K ഈസ് ഈക്വൽ ടു 1 എന്ന് നമുക്ക് ഷോ ചെയ്യണം. അപ്പൊ നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ട രീതികൾ എന്ന് പറഞ്ഞാൽ, നമ്മുടെ 3 പോയിന്റ്സുകൾ കൊളീനിയർ ആണെങ്കിൽ അതിന്റെ കണ്ടീഷൻ ഇതാണ്, സ്ലോപ്പ് ആണ് കേട്ടോ. ഇതെല്ലാം സ്ലോപ്പുമായിട്ട് റിലേറ്റ് ചെയ്തുള്ള ക്വസ്റ്റ്യൻസ് ആണ്. സ്ലോപ്പ് ഓഫ് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ്, സ്ലോപ്പ് ഓഫ് H0 ആൻഡ് A, B ഈക്വൽ ടു സ്ലോപ്പ് ഓഫ് സെക്കൻഡ് ആൻഡ് തേർഡ്, ദാറ്റ് ഈസ് സ്ലോപ്പ് ഓഫ് A, B, ആരാണ്? 0, K എന്ന് പറഞ്ഞാൽ ഈ 2 പോയിന്റ്സുകൾ തമ്മിലുള്ള സ്ലോപ്പും ഈ 2 പോയിന്റ്സുകൾ തമ്മിലുള്ള സ്ലോപ്പും തമ്മിൽ എന്തായിരിക്കണം? ഈക്വൽ ആയിരിക്കണം. അപ്പൊ നമ്മൾ ഇനി സ്ലോപ്പ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല ഇതാണ്. ഞാൻ ഇവിടെ എഴുതാം. y2 മൈനസ് y1 ബൈ x2 മൈനസ് x1. ഇതാണ് സ്ലോപ്പ് ഓഫ് എ ലൈൻ ജോയിനിങ് 2 പോയിന്റ്സ്. അതാണ്ട് ഈ 2 പോയിന്റ്സുകൾ തമ്മിലുള്ള സ്ലോപ്പിനെ കണ്ടുപിടിക്കുമ്പോൾ ഇയാളെ നമ്മൾ x1 y1 ആയിട്ട് കരുതണം, ഇയാളെ നമ്മൾ x2 y2 ആയിട്ട് കരുതുക. ഓക്കെ, നെക്സ്റ്റ് y2 മൈനസ് y1 എന്ന് പറഞ്ഞാൽ y കോർഡിനേറ്റ്സിന്റെ ഡിഫറൻസ് ന്യൂമറേറ്ററിൽ, x കോർഡിനേറ്റ്സിന്റെ ഡിഫറൻസ് ഡിനോമിനേറ്ററിൽ. ഓക്കെ, അപ്പൊ നോക്കിക്കേ, y2 മൈനസ് y1 എന്ന് പറയുമ്പോൾ b മൈനസ് 0 ബൈ a മൈനസ് h. ഓക്കെ ആണല്ലോ. അപ്പൊ എച്ചും ബിയും തമ്മിൽ തെറ്റരുത്, ഇത് ബി, ഇത് എച്ച് ആണ് കേട്ടോ. ഇവിടെ അത് തന്നെ മോനെ, y2 മൈനസ് y1 ദാറ്റ് ഈസ് k മൈനസ് b ബൈ x2 മൈനസ് x1 ദാറ്റ് ഈസ് 0 മൈനസ് a. ഇതാണ് നമുക്ക് നെക്സ്റ്റ് കിട്ടുന്ന സ്റ്റെപ്പ്. ഇതിനെ സിംപ്ലിഫൈ ചെയ്ത് ഇങ്ങനെ എത്തിക്കുക, അതാണ് നമ്മുടെ ജോലി. b മൈനസ് 0 b തന്നെയാണ് ബൈ a മൈനസ് h, k മൈനസ് b ബൈ 0 മൈനസ് a മൈനസ് a. നെക്സ്റ്റ് നമ്മളുടെ ഫ്രാക്ഷൻ അങ്ങോട്ട് ഒഴിവാക്കാം, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത്. അപ്പൊ മൈനസ് ഇതിങ്ങോട്ട്, ഈ ടൈം ഇങ്ങോട്ടിങ് വരും, ഈ ടൈം ഇങ്ങോട്ടിങ് വരുമ്പോൾ മൈനസ് a ഇൻറ്റു ബി ആണല്ലോ, മൈനസ് a ഇൻറ്റു ബി മൈനസ് ab. ഇയാൾ അങ്ങോട്ട് നമ്മൾ റൈറ്റ് സൈഡിൽ ആരുണ്ട്? k മൈനസ് b ഉണ്ട്, ഇൻറ്റു ബ്രാക്കറ്റിൽ ആര് വരും? a മൈനസ് h. ഓക്കെ, ദാറ്റ് ഈസ് മൈനസ് ab ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ k ഇൻറ്റു a ദാറ്റ് ഈസ് k ഇൻറ്റു മൈനസ് h മൈനസ് kh, മൈനസ് ബി ഇൻറ്റു എ മൈനസ് എ ബി, മൈനസ് ബി ഇൻറ്റു മൈനസ് എച്ച് പ്ലസ് ബി എച്ച്. ഓക്കെ, പ്ലസ് ബി എച്ച്, മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ്. അപ്പുറം നോക്കിക്കേ, മൈനസ് എ ബി സെയിം ടൈം സെയിം സൈൻ ക്യാൻസൽ ആവും കേട്ടോ. മൈനസ് എ ബി ഈക്വലിന്റെ അപ്പുറം ഇപ്പുറം സെയിം ടൈം ആണ്. ബാക്കിയുള്ളത് 0 ഈക്വൽ ടു കെ എ മൈനസ് കെ എച്ച് പ്ലസ് ബി എച്ച്. ഇതാണ് നമുക്ക് കിട്ടിയ നെക്സ്റ്റ് സ്റ്റെപ്പ് അല്ലേ. ഇവിടെ ഇനി ഒന്നൊന്ന് അറേഞ്ച്മെന്റ് ഒക്കെയാണ് നടത്താൻ പോകുന്നത് കേട്ടോ. ഇനി അറേഞ്ച്മെന്റ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ആൻസർ നിങ്ങൾ നോക്കണം. ആൻസർ ആരാമനെ? A/H പ്ലസ് B/K ഈസ് ഈക്വൽ ടു 1 എന്നാണ്. ഇന്നിവിടെ ന്യൂമറേറ്ററിലൊന്നും കെയോ എച്ചോ ഇല്ല കേട്ടോ, പക്ഷെ ഡിനോമിനേറ്ററിൽ കെയും എച്ചും ഉണ്ട്. അതാണ് ഈ പ്രോബ്ലത്തിന്റെ നെക്സ്റ്റ് ഡയറക്ഷൻ നമുക്ക് കിട്ടാൻ പോകുന്നത്. ഡിവൈഡിങ് ബൈ കെ എച്ച്, അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. എല്ലാ ടേംസിനെയും ലെഫ്റ്റിലും റൈറ്റിലും കെ എച്ച് കൊണ്ട് ഡിവൈഡ് ചെയ്യണം. കെ എച്ച് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞു, ന്യൂമറിലൊന്നും കെയും എച്ചും ഇല്ലാത്തതുകൊണ്ട് അയാളെ കളയാൻ വേണ്ടിയാണ് കെയും എച്ചിന്റെ പ്രോഡക്റ്റ് കൊണ്ട് എല്ലാത്തിനും ഡിവൈഡ് ചെയ്യണേ. ദാറ്റ് ഈസ് 0 ബൈ കെ എച്ച്, ഇങ്ങനെ 0 ബൈ കെ എച്ച്, കെ എ ബൈ കെ എച്ച്, കെ എച്ച് ബൈ കെ എച്ച്, ബി എച്ച് ബൈ കെ എച്ച്. കണ്ടല്ലോ, എല്ലാത്തിനെയും നമ്മൾ കെ എച്ച് കൊണ്ട് ഡിവൈഡ് ചെയ്തു. ഇവിടെ 0 ബൈ കെ എച്ച് എന്ന് പറഞ്ഞാൽ ആരെയും നിയമനെ 0 ആണ് അല്ലേ. ഇവിടെ കെ ക്യാൻസൽ ആയി, ബാക്കി ആരെ കിട്ടി? എ ബൈ എച്ച്. ഇവിടെ കെ എച്ച് ബൈ കെ എച്ച് രണ്ടും ക്യാൻസൽ ആയി, -1. ഓക്കെ, സെയിം ടൈംസ്. ഇവിടെ ആകുമ്പോൾ എച്ച് ക്യാൻസൽ ആയി, കണ്ടോ, ബാക്കി ബി ബൈ കെ. ഓക്കെ ആണല്ലോ, ബി ബൈ കെ. ഇപ്പൊ നിങ്ങൾ നോക്കിക്കേ, നമുക്ക് കിട്ടിയ ടേംസും ആൻസർ ടേംസും ഒക്കെ ഏകദേശം സെയിം. A/H ഉണ്ട്,
b/k ഉണ്ട്, 1 ഒക്കെ ഉണ്ട്. പക്ഷെ -1 അല്ലേ? അതിന് ഇപ്പുറത്ത് കൊണ്ടുവന്നാൽ 1 ഈസ് ഈക്വൽ ടു a/h പ്ലസ് ആരായി b/k. തിരിച്ചു വായിച്ചാൽ a/h പ്ലസ് b/k ഈസ് ഈക്വൽ എത്രയായി? 1 ആയി. ഓക്കെ, ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇങ്ങനെയൊക്കെ ഉള്ളത് പഠിച്ചോണം. അപ്പൊ ഇതൊക്കെ കാണുമ്പോൾ ചിലർക്ക് ഇതൊക്കെ പഠിച്ചു വേണ്ട എങ്കിൽ മാർഗം വേണ്ടെന്ന് വെച്ചേക്കണം. അത്രമേ ഉള്ളൂ. ഓക്കെ, കാരണം ഇപ്പോഴത്തെ രീതിയിൽ കൂടെ നമ്മൾ ഈസി ആയിട്ടുള്ളതിനെ മാത്രം പഠിച്ചുകൊണ്ട് പോയി മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും എന്ന് നിങ്ങൾ ഒരിക്കലും വിശ്വസിക്കല്ലേ. ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസുകളെ എപ്പോഴും പഠിച്ചോണം. ഓക്കെ, ഇത് ഇഷ്ടപ്പെട്ടാൽ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക. ഗുഡ് ബൈ.